അങ്ങനെ ഇപ്പോൾ ഗവൺമെൻറ് മേലധികാരികൾ എത്രയും പെട്ടെന്ന് പ്രൊജക്റ്റ് അവെഞ്ചർ എന്ന പ്രോഗ്രാം തുടങ്ങുവാൻ നിക് ഫ്യൂരിയോട് പറഞ്ഞുവെങ്കിലും സൂപ്പർ പവറുള്ള ആളുകളെ കണ്ടുപിടിച്ച് ഒരു ടീമുണ്ടാക്കി ജനങ്ങളെ സംരക്ഷിക്കുവാനുള്ള പ്രൊജക്റ്റ് അവെഞ്ചർ എന്ന പദ്ധതിയോട് നിക് ഫ്യൂരിക്ക് ആദ്യമൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. ക്യാപ്റ്റൻ അമേരിക്കയെ പോലെ സൂപ്പർ സോൾജർ പ്രോഗ്രാം വഴി കുറേ പട്ടാളക്കാരെ സൂപ്പർ സോൾജേഴ്സാക്കി മാറ്റിയിട്ട് ചിറ്റാവരി ആർമിയോട് ഫൈറ്റ് ചെയ്യുവാനും ജനങ്ങളെ സംരക്ഷിക്കുവാനുമാണ് നിക് ഫ്യൂരിയുടെ ആഗ്രഹം. പക്ഷേ സൂപ്പർ സോൾജർ സാറം പൂർണ്ണമായും നിർമ്മിക്കുവാൻ ഇതുവരെ ബ്രൂസ് ബാനറിന് സാധിക്കാത്തതുകൊണ്ട് തൻ്റെ മേലധികാരികൾ പറഞ്ഞതുപോലെ പ്രൊജക്റ്റ് അവെഞ്ചർ എന്ന പ്രോഗ്രാം ആരംഭിക്കുവാൻ നിക് ഫ്യൂരി തീരുമാനിക്കുകയാണ്. ആദ്യം തന്നെ പ്രൊജക്റ്റ് അവെഞ്ചറിലേക്ക് അയൺമാനെ ക്ഷണിക്കുവാനായി നിക് ഫ്യൂരി ബ്ലാക്ക് വിഡോയുടെ സഹായത്താൽ ടോണി സ്റ്റാർക്കിനെ നേരിൽ കണ്ടു. അയൺമാനാണ് ടോണി സ്റ്റാർക്ക് എന്ന കാര്യം നിക് ഫ്യൂരിക്കും ബാക്കിയുള്ളവർക്കും അറിയില്ല. അയൺമാൻ്റെ പിന്നിലുള്ള ആളിന് ആർമർ ഉണ്ടാക്കി കൊടുത്തത് ടോണി സ്റ്റാർക്ക് ആയിരിക്കുമെന്നും അതുകൊണ്ട് ടോണി സ്റ്റാർക്ക് വഴി അയൺമാനെ നേരിൽ കാണുവാനും പരിചയപ്പെടുവാനുമാണ് ടോണി സ്റ്റാർക്കിനെ ബ്ലാക്ക് വിഡോയെ ഉപയോഗിച്ച് വശീകരിച്ച് ടോണിയുടെ ആരുമില്ലാത്ത ഓഫീസിലേക്ക് ടോണി സ്റ്റാർക്കിനെ നിക് ഫ്യൂരി എത്തിച്ച് ടോണിയെ നേരിൽ കണ്ട് സംസാരിച്ചത്.